പിന്നെയും രതീഷ് പ്രോമോയിൽ പിന്നെയും രതീഷ്. ഇത് രതീഷ് പോകുന്നത് വരെ രതീഷ് തന്നെ ആയിരിക്കും എല്ലാ പ്രോമോയിലും എന്നാണ് എനിക്ക് ഉറപ്പ്. പിന്നെയും ജാൻമണി വക ഭാ എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. എന്നെ ഭാന്ന് വിളിക്കരുത്, എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ റസ്മിൻ ഭായ് ഇന്നലെ തൊട്ട് ആക്റ്റീവാണ്. അതെ എടോ തനിക്ക് മാങ്ങയുണ്ട്, ചക്കയുണ്ട്, തേങ്ങയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലത്തെ അവസ്ഥയാണ്. ലൈവിലും ഇത് തന്നെയാണ് അവസ്ഥ. ഫുൾ രതീഷ് ഓരോരുത്തരെ പോയി ചൊറിയുന്നുണ്ട്. പക്ഷെ സെയിം ഒരു കണ്ടന്റും ടോപ്പിക്കും തന്നെയാണ്. റോക്കി രതീഷും തമ്മിൽ ഒരു മൽപ്പിടുത്തല്ല ഒരു ബഹളം നടക്കുന്നുണ്ട്. അതിൽ റോക്കിയുടെ വായിന്ന് മോശമായ പദപ്രയോഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ കട്ടയ്ക്ക് നിന്റെ കാല് പിടിച്ചിട്ടേ പോവുള്ളൂ, ഞാൻ നിനക്ക് മുന്നേ ഔട്ടാവുകയാണെങ്കിൽ കേട്ടോടാ ബാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര മോശം വാക്കുകളൊക്കെ വരുന്നുണ്ട്. എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമോ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അയ്യോ, അപ്പോൾ ഇന്നലെ രാത്രിത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിനും നമ്മുടെ ഗബ്രിയും ഏകദേശം ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലവ് ട്രാക്ക് ഒന്നുമല്ല, ഒരു കോംബോ ട്രാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ലവ് ട്രാക്ക് പിടിക്കില്ലെന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തത്? ഇനി അടുത്ത് രതീഷിൻ്റെ പ്രൊമോ. രതീഷ് ഇല്ലാണ്ടൊരു പ്രൊമോ ഉണ്ടാവത്തില്ല. എനിക്കൊന്ന് രതീഷ് ഈ വീട്ടിൽ പോണ വരെ പ്രൊമോയ്ക്കകത്ത് രതീഷ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇവിടെ ശ്രീരേഖ ഒരു ഉത്തരവൊക്കെ എഴുതുന്നുണ്ട്. ആദ്യത്തെ ഉത്തരവ് എല്ലാവരും ഉത്തരവ് കൊടുക്കുന്നത് രതീഷിന് മാത്രമായിരിക്കും ഉത്തരവ് വരാൻ പോകുന്നത് എന്നാണ് ശ്രീരേഖ പറയുന്നത്. രതീഷ് പൊട്ടും കുത്തി, ഇവിടെ ഒരു പൊട്ടും കുത്തിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ എനിക്കൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ. അപ്പം ജാൻമണി എന്നിട്ട് ശരിക്കും താൻ ആരാ രജമാണോ താൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഭാ എനിക്ക് അതേ പറയാനുള്ളൂ നിങ്ങളെടുത്ത് ഭാ എന്ന് ഭാന്ന് ജാൻമണി വിളിക്കുന്നുണ്ട്. എന്നെ ഭാന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? പവർ ടീമിന് അധികാരമില്ല. എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു കുട്ടികളുണ്ട്. സെയിം ഡയലോഗ്. അപ്പോൾ ഉടനെ റസ്മിൻ ഇന്നലെ തൊട്ടേ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. റസ്മിൻ ഇന്നലെ തൊട്ടേ ഭ്രാന്തായിട്ടിരിക്കുക. റസ്മിൻ എനിക്ക് ചക്കയുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, ഒന്ന് പോടോ എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ രതീഷിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം ഉടനെ ശ്രീരേഖ പറയുന്നുണ്ട്, ഇന്ന് ഈ പവർ ടീം ഉള്ളിടത്തോളം കാലം രതീഷ് ബെഡ്റൂമിൽ കയറില്ല, ബെഡ്റൂം യൂസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊമോ. അപ്പോൾ ഇന്നും സെയിം അവസ്ഥ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് രതീഷ് രാവിലെ തന്നെ റസ്മിനെ ചൊറിയാൻ വേണ്ടി പോകുന്നുണ്ട്. റസ്മിൻ ഓടായിരുന്നേ ആ ഗ്രൗണ്ടിൽ കൂടി, ഗ്രൗണ്ടല്ല ആ ഗാർഡൻ ഏരിയയിൽ. അപ്പം എടി റസ്മിൻ നീ ചെയ്തത് ശരിയായില്ല, നീ ചെയ്തത് ശരിയായില്ല, നിനക്ക് മനസ്സിലാവത്തില്ല നീ എന്താണ് ചെയ്തതെന്നുള്ളത്, നീ ആരെയാണ് ഇതാക്കിയിട്ടുള്ളതെന്ന് നിനക്കിനി പറയാൻ പറ്റില്ല. ഞാനിനി കളിക്കും മോളെ, ഞാനിത് കളിക്കും, എൻ്റെ ഗെയിമാണ്. റസ്മിൻ മൈൻഡ് പോലും ചെയ്യുന്നില്ലേ. എൻ്റെ ഗെയിമാണ്, നീ എന്താണ് കാണിച്ചത്? അപ്പം നീ എന്താണ് കാണിച്ചത്? ഇവള് കേൾക്കുന്നില്ലേ? എനിക്കൊരു കുടുംബമുണ്ട്, ഒരു കുട്ടികളുണ്ട്, പിന്നെ ഈ വീട് നിന്റേതാണെന്നുള്ള വിചാരമുണ്ടോ? റസ്മിൻ ഓട്ടം. നീ ആരാണ്? ഈ വീട്ടിൻ്റെ ഉടമസ്ഥനാണോ? ഓട്ടം. അതെ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഞാൻ ഇങ്ങനെ തന്നെയാണ്, എന്നെ മാറ്റാൻ കഴിയത്തില്ല, എനിക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. നിനക്കത് മനസ്സിലായോ? എന്നെ തോപ്പിക്കാൻ കഴിയില്ല, രതീഷിനെ തോപ്പിക്കാൻ കഴിയില്ല. രതീഷ് ഇങ്ങനെയായിരുന്നു, രതീഷിനെ തോപ്പിക്കാൻ കഴിയത്തില്ല. പുറത്തെൻ്റെ ആൾക്കാരുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ എൻ്റെ ഗെയിം കളിക്കും, എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. റസ്മിൻ എന്തൊക്കെ നടന്നാലും കുഴപ്പമില്ല, ഞാനിവിടെ ഉറക്കെ എൻ്റെ ശബ്ദം പോകുന്നത് വരെ എന്നെ പുറത്താക്കിയാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, എന്നെ നടക്കത്തില്ല. എത്ര ഒച്ച എത്തിയിട്ട് പുള്ളിക്കാരി ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല കേട്ടാ. അടുത്ത് നിഷാനയുടെ അടുത്ത് നീ ഇങ്ങനെ എന്തിനാണ് നിന്റെ കുഴപ്പം? അപ്പം നിങ്ങൾ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ആരാണെന്നൊക്കെ പറയാൻ? ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇങ്ങനെ തന്നെ. അപ്പോൾ എനിക്കൊന്ന് നിഷാനയുടെ വായിന്ന് എന്തോ വരുന്നുണ്ട് കേട്ടോ, അത് ബീപ്പ് ചെയ്യുന്നുണ്ട്, എന്തോ മോശം പദപ്രയോഗം വരുന്നുണ്ട്. താൻ പോടോ തൻ്റെ ഇത് നോക്കിയിട്ട്. അപ്പോൾ ഉടനെ തന്നെ ഇപ്പതേ കണ്ടില്ലേ, നീ നെഗറ്റീവായി, ഞാൻ പോസിറ്റീവായി, എനിക്ക് പോസിറ്റീവ് നീ തന്നു, അത്രേ ഉള്ളൂ. തനിക്ക് എന്താണോ ഭ്രാന്താണോ? രാവിലെ തുടങ്ങുകയാണല്ലോ, ഒന്ന് മിണ്ടാതിരിക്കുക. രാവിലെ ആൾക്കാർ എണീറ്റത് പോലും ഇല്ല. അതിനിടയ്ക്കൂടെ നമുക്ക് മോർണിംഗ് സോങ് ഒക്കെ വരുന്നുണ്ട്. രതീഷ് നിങ്ങളൊന്ന് മിണ്ടായിരിക്കും, രാവിലെ ആയില്ല, ഒന്ന് മിണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി മുട്ടയൊക്കെ നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്ത്, ഒരു ചപ്പാത്തി തരുമോ? കയ്യിൽ വെച്ച് ഒരു മുട്ട പുഴുങ്ങിയത് തരുമോ? ശരിയാ, പിന്നെ എല്ലാം കൊടുക്കുന്നുണ്ട്. അതും കഴിച്ചിട്ട് രാവിലെ സിജോയുടെ അടുത്തേക്ക്, സിജോ രതീഷ് എൻ്റെ പ്രേക്ഷകർ പുറത്തുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവില്ലേ എൻ്റെ പ്രേക്ഷകർ. അപ്പം സിജോ നിന്നെപ്പോലത്തെ 10 രതീഷ് വരണം എന്നാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതും ഒട്ടും പോച്ചതൊന്നുമില്ല. അപ്പം ഈ സത്യം പറഞ്ഞാൽ രതീഷിൻ്റെ സ്പേസാണ് സിജോയുടെ സ്പേസ്. രതീഷിൻ്റെ സ്പേസിലാണ് സിജോ ഗെയിം കളിക്കുന്നത്. രതീഷിനെ ആണ് ഇപ്പം ഫുൾ സിജോ ഇതാകുന്നത്. രതീഷ് മാറിക്കഴിഞ്ഞാൽ സിജോ ഗെയിം മാറ്റേണ്ടി വരും.
അതുകൊണ്ട് രതീഷ് അവിടെ ഉണ്ടെങ്കിൽ സിജോയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ പല കാര്യങ്ങളിലും. എൻ്റെ പ്രേക്ഷകരാണ്, അതായത് രതീഷിൻ്റെ മനസ്സിലായില്ല, രതീഷിനെ ഇപ്പം നമുക്കൊരു ഇതെന്തോ ഇയാളെന്ന് പറയുമ്പോഴത്തേക്ക് സിജോ വന്നിട്ട് അത് സ്കോർ ചെയ്യും അവിടെ. ഇത് നന്നായി, ഇത് കൊടുത്തെന്നുള്ള രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് രതീഷ് അവിടെ ഇത് എൻ്റെ സ്പേസ്, എൻ്റെ പ്രേക്ഷകർ പുറത്തുണ്ട് നോക്കിക്കോ. അപ്പൊ സിജോ നിങ്ങളുടെ പ്രേക്ഷകരല്ല, ബിഗ് ബോസിലെ പ്രേക്ഷകർ. അതെന്താ ടി വിയിൽ നിങ്ങളുടെ ഭാഗം മാത്രമേ കാണുള്ളൂ, അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷകർ പുറത്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഒരു സംഘമുണ്ട്. അപ്പോൾ അപ്പോൾ റോക്കി നിങ്ങൾക്ക് പ്രേക്ഷകർ ഇരിക്കാൻ പോവേയല്ലേ എടോ, താൻ എന്തിനാണോ തനിക്ക് എവിടെയാണോ പ്രേക്ഷകർ? അപ്പോൾ നിങ്ങളൊക്കെ കൂടെ ടീം കൂടിയിട്ടല്ലേ എന്നെ പുറത്താക്കാൻ നോക്കിയത്? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ക്വിറ്റ് ചെയ്യാൻ? നിങ്ങളൊക്കെ ടീം കൂടിയിട്ടാണ് എന്നെ പുറത്താക്കിയത്, മനസ്സിലായോ? നീയൊക്കെ പുറത്ത് നെഗറ്റീവാണ് റോക്കി, നീയൊക്കെ പുറത്ത് നെഗറ്റീവ്. നെഗറ്റീവാണെങ്കിൽ അങ്ങ് സഹിച്ച് നിങ്ങൾ ഈ മിണ്ടാതെ വെച്ച നിനക്ക് എന്തോന്നടേ നിനക്ക്? നിന്നെ നോക്കിക്കോ, നിന്റെ കാല് പിടിച്ചിട്ടേ ഞാൻ പോവുള്ളടാ ഇവിടെ നിന്ന്. നോക്കിക്കോ, നീ എനിക്ക് മുന്നേ പോവുകയാണെങ്കിൽ, ഞാൻ നിനക്ക് മുന്നേ പോവുകയാണെങ്കിൽ നിന്റെ കാല് ഞാൻ പിടിക്കുവടാ റോക്കി, കാല് ഞാൻ പിടിക്കും. നോക്കിക്കോ, നീ കാല് പിടിക്കണം പറഞ്ഞ് മറ്റേ നമ്മുടെ ജനാർദ്ദനന്റെ ശബ്ദം പോലെ വരുന്നുണ്ട് റോക്കിയുടെ, അല്ല രതീഷിന്റെ ശബ്ദം. നീ കാല് പിടിക്കും തൃശ്ശൂര് മൊത്തം തൃശ്ശൂർ ആരടാ അതെന്റെ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെയൊക്കെ പറയുന്നുണ്ട് രതീഷല്ല റോക്കി. നിന്റെ എന്താടാ നിന്റെ അച്ഛൻ ഇരിക്കുന്നതാടാ, എന്റെ അച്ഛൻ ഇരിക്കുന്നതാ, എന്റെ അച്ഛൻ കിട്ടി എന്റെ അച്ഛൻ ഇരിക്കുന്നതാ, കണ്ടന്റ് പ്രൊമോ എടുത്തോ, എന്റെ അച്ഛൻ ഇരിക്കുന്നതാ തൃശ്ശൂര്, എന്റെ അച്ഛനുണ്ട് എടാന്ന് പറഞ്ഞ് റോക്കി അങ്ങോട്ട് അടുക്കുന്നുണ്ട്. എടാ മിണ്ടാതിരിക്കണം, നിന്റെ വർത്താനം ശരിയാ, നിനക്ക് എന്താടാ ഡാഷേ എന്ന് പറയുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട് കേട്ടാ. എന്താടാ നിനക്ക് എന്താടാ നിനക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പോയി പിടിക്കുന്നുണ്ട്. അപ്പോൾ സിജോ വൻമരം. അപ്പോഴത്തേക്ക് രതീഷ് ഞാൻ വൻമരം എന്ന് സ്വയം നമ്മൾ ഈ തംബ്നെയിലൊക്കെ എഴുതില്ലേ വൻമരം, അതാണ് പറയണത് വൻമരം. അപ്പോഴത്തേക്കും സിജോ പിന്നെ വൻമരം അല്ല വൻ ഡാഷ് എന്നൊക്കെ പറയുന്നുണ്ട്. പേടിച്ച് വിറച്ചിരിക്കുക പാപം, അവിടെ മുള്ളിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് സിജോ. അപ്പോൾ ജിൻഡോ എൻ്റെ കൂടെ എടാ അപ്പനെ വിളിച്ചാൽ തിരിച്ചു വിളിക്കടാ, നിന്റെ അപ്പനെ വിളിച്ചാൽ തിരിച്ചു വിളിക്കടാ. അതിൻ്റെ ഇടയിൽ കൂടെ റോക്കി പറയുന്നുണ്ട്, നീ ഇന്നോ കൂടെ നിൽക്കുന്നവരെ എന്താണ് ചതിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് നൂറയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എനിക്ക് നൂറയും ജാസ്മിനും തമ്മിൽ ഒരു വിടവ് ഉണ്ടാവുന്നുണ്ട്. കാര്യം നൂറയ്ക്ക് ഇന്നലെ തൊട്ട് തുടങ്ങി ജാസ്മിൻ എന്നെ വീക്കാണ്. അപ്പോൾ ജാസ്മിൻ നൂറ നിനക്ക് എന്താ പ്രശ്നം? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ അടുത്ത് വീക്കാണെന്ന് പറഞ്ഞ കാര്യം? ഞാൻ പറഞ്ഞില്ലേ? ഇല്ല നീ പറഞ്ഞില്ല. നീ എന്തുകൊണ്ടാണ് എന്നെ വീക്ക് എന്ന് പറയുന്നത്? സത്യം പറ. അത് എനിക്ക് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ഇല്ല നീ സത്യം പറ. ഞാൻ കരയുന്നുണ്ടായിരിക്കും അല്ലേ? നീ കരയുന്നുണ്ടല്ല നൂറ നിന്നെ വീക്കെന്ന് പറഞ്ഞത്. പിന്നെ എന്താണ് ഞാൻ വീക്ക് ആവാനുള്ള കാരണം? ഇത് തന്നെയാണ് പ്രശ്നം. നിനക്ക് നിന്നെ എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അത് തന്നെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്ത് ഓവർ തിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. നിന്നെ പോലെ ഞാൻ നിനക്കെതിരെ യൂസ് ചെയ്യില്ല. നീ എന്നെക്കെതിരെ അത് ഗെയിമാണ്. ഗെയിമിൽ അത് തന്നെയാണ് നിന്നെ വീക്കെന്ന് പറഞ്ഞത്. ഒരു ഗെയിം വരുമ്പം നീ എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ നീ കളിക്കത്തില്ല. ഞാൻ നിനക്കെതിരെ കളിച്ചു, നിനക്ക് ഭദ്രമാണ്, അത് ഗെയിമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വർത്താനം പറയില്ല എന്ന് പറഞ്ഞ് നൂറ പോവുകയാണ് ദേഷ്യപ്പെട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോയുടെ ഒരു സംഭവം. അപ്പൊ എല്ലാരും കേൾക്കൂ, എല്ലാരും വരൂ. ആരും നമ്മുടെ ജാൻമണി ജിൻഡോ ഉണ്ടല്ലോ, ജിൻഡോ നമ്മുടെ ക്ലോസറ്റിനകത്ത് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ ക്ലോസറ്റിനകത്ത് നിന്ന് ചെയിന് ഊരി വീണു. എന്നിട്ട് അത് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അറിയാണ്ട് ഫ്ലഷും ചെയ്ത് ക്ലോസറ്റ് ഫ്ലഷ് വഴി പോയെന്നാണ് തോന്നുന്നത്. പുറത്തേക്ക് ബിഗ് ബോസ് ടീമിന് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ സംഭവങ്ങളാണ് വികാസങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നൂറയുടെ പുറകെയാണെന്ന് അറിഞ്ഞൂടെ ആരുടെ പുറകെ. ജാസ്മിൻ അവിടെ പോയിട്ട് എന്തോ വിശദീകരിക്കുന്നൊക്കെ ഉണ്ട്. നൂറയല്ല, അത് വേറെ ആരുടെ പുറകെയാണ്. അപ്പം ഇങ്ങനെയാണ് സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും കണ്ടന്റ് രതീഷ് മാത്രമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്നെത്തുന്ന ഒരു പിടിയില്ല. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് രതീഷ് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓണമില്ല ആവുമെന്ന് എനിക്കോ. കാര്യം ഇതിപ്പോൾ മൊത്തം പുള്ളിക്കാരനായിട്ട് ബാക്കി ആർക്കും ഒരു കണ്ടന്റ് ഇല്ലേ സ്വന്തമായിട്ട്. ഇപ്പോൾ നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഒരു കണ്ടന്റ് ഉണ്ടാക്കി വരുന്നുണ്ട്, അല്ലാണ്ട് വേറൊരു കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇത് രതീഷ് മാത്രം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാലുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞ് രതീഷ് എങ്ങാനും പറയാൻ പറ്റൂല. നമ്മുടെ DFK പോലെയൊക്കെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ആഴ്ച വല്ല മാസ്കും കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി 24 മണിക്കൂർ മിണ്ടായിരിക്കാനുള്ള പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ കൊടുക്കുന്നുണ്ട് പവർ ടീം. അപ്പോൾ ഇനി ഇങ്ങനെ പോയി എപ്പോഴെങ്കിലും വല്ല പുറത്താവേണ്ടി വന്നാൽ മറ്റുള്ളവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള പേടിയാണ്. ദൈവമേ ഈശ്വര, നമ്മുടെ സീസൺ ഓണമില്ലാക്കല്ലേ എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ എനിക്ക്. കാര്യം കഴിഞ്ഞ സീസൺ കണ്ടില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആഞ്ചലിനും ഗോപികയൊക്കെ ഔട്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട്
ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരും നിങ്ങൾ തന്നെയാണ് ജയിച്ചോ എന്നുള്ള രീതിയിൽ അതുപോലെ വല്ല ആവോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ട്. അത്രമാത്രം ടെൻഷനേ ഉള്ളൂ. കാര്യം ഇപ്പം രതീഷിനെ ഇഷ്ടപ്പെടാത്തവർ ഒരുപാടുണ്ട്, കോമഡി ആയിട്ട് കാണുന്ന ഒരുപാടുണ്ട്. കോമഡി ആയിട്ട് കാണുന്നവരാണുള്ളത്. നെഗറ്റീവായിട്ട് എനിക്ക് അധികം തോന്നിയില്ല. പക്ഷേ ഇഷ്ടപ്പെടാത്തവർ ഞാൻ ഇപ്പം എന്തോന്ന് വെറുപ്പീരെന്നുള്ള രീതിയിലാണ്. പിന്നെ കോമഡി ആയിട്ട് ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അയ്യോ എന്തോന്നാണ് ഇത് ചിരിച്ച് ചാവാന്നുള്ള രീതിയിൽ. പക്ഷേ ഇങ്ങനെ ഈ ഒരേ സെയിം കണ്ടന്റ് മാത്രം, എനിക്ക് കുടുംബമുണ്ട്, ഇത് മാത്രം കുടുംബം ഒരു റെപ്പറ്റീഷൻ വരുന്നുണ്ട്. എല്ലാത്തിലും ഒരു റെപ്പറ്റീഷൻ, ഗെയിം വരുന്നില്ല. ഇപ്പോൾ എതിരെ നിൽക്കുന്ന ആളുടെ കുറച്ചും കൂടെയുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് സമയം കൊടുത്ത് കുറച്ചും കൂടെ അത് ടാസ്ക് വന്നാലേ ശരിയാവും. അപ്പോൾ ഗെയിമും കൂടി കുറച്ചും കൂടെ വരണം. ഈ അലറി വിളിക്കലിനെ കാട്ടി കൂടുതൽ ഗെയിമും കൂടി വന്നു കഴിയുമ്പോഴേ അതൊരു രസമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് കൂടി വല്ലതും ഔട്ടാക്കിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇത് കണ്ടന്റ് കൊടുക്കുകയോ എന്നുള്ള ടെൻഷനാണ് എനിക്ക്. മനസ്സിലായി? ഇതുപോലെ ഒത്തുകൂടി അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഒന്നും അല്ലാണ്ടായിപ്പോ എന്നുള്ള ടെൻഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴേ ഉണ്ട്. ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ്, ഇപ്പോഴേ എനിക്കുണ്ട് അതെന്തായി തീരുന്നത്, കഴിഞ്ഞ സീസൺ പോലെ ആവോ ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാ പ്രൊമോയിലും ഉണ്ട് രതീഷ്. അപ്പോൾ പ്രൊമോ എന്താണ് കണ്ടന്റ് ആളായിട്ട് രതീഷ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്ക് ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് കോമഡിയാണ്, കുറച്ച് പേർക്ക് വെറുപ്പിക്കലാണ്. അങ്ങനെ എന്തായാലും പൊക്കോണ്ടിരിക്കുകയാണ്. ഈ സ്പേസിനകത്ത് കയറി കുറേ പേര് കളിക്കുന്നുമുണ്ട്. കുറേ പേർക്ക് മുന്നോട്ട് വരാനും കഴിയുന്നുണ്ട് അല്ലേ എന്തായിരുന്നാലും. അപ്പോൾ അങ്ങനെ തന്നെ നല്ല കണ്ടസ്റ്റൻസ്, നല്ല കണ്ടന്റുകൾ വേറെ വരട്ടെ. നമുക്കിപ്പോൾ ഇത് കേട്ട് നമുക്കൊരു മടുപ്പ് വരുന്നു. സെയിം കണ്ടന്റ് തന്നെ. അപ്പോൾ അത് മടുപ്പ് വരുന്നതുകൊണ്ട് വേറെയും കണ്ടന്റുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയും ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.